ഇന്ത്യയെ ഒരു ആഗോള ജൈവ ഇന്ധന ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള വലിയ മുന്നേറ്റങ്ങളാണ് രാജ്യം നടത്തിവരുന്നത്. ഹരിത ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ പ്രധാന ചുവടുവെപ്പുകളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പെട്രോളിൽ 20% എഥനോൾ ചേർക്കുക എന്ന ചരിത്രപരമായ ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2030 കൈവരിക്കാൻ നിശ്ചയിച്ചിരുന്ന ഈ ദൌത്യം കൃത്യമായ ആസൂത്രണത്തിലൂടെയും ശക്തമായ സർക്കാർ നയങ്ങളിലൂടെയും 5 വർഷം മുമ്പ് തന്നെ നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ തന്ത്രപരമായ മുന്നേറ്റം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയൊരു നാഴികക്കല്ലാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള നയത്തിന് പിന്നിൽ വലിയൊരു കൂട്ടായ്മയുടെ വിജയമുണ്ട്. സർക്കാർ ഡിസ്റ്റിലറികൾക്ക് വൻ പ്രോത്സാഹനം നൽകിയപ്പോൾ ബാങ്കുകൾ പുതിയ പ്ലാന്റുകൾക്കായി ഉദാരമായി ധനസഹായം നൽകി. എണ്ണ മാർക്കറ്റിംഗ് കമ്പനികൾ ദീർഘകാല വാങ്ങൽ കരാറുകളിൽ ഒപ്പുവെച്ചതോടെ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂലധനമാണ് എഥനോൾ ഉൽപാദനശേഷി വികസിപ്പിക്കുന്നതിനായി രാജ്യത്ത് ഒഴുകിയെത്തുന്നത്. ഇത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും വൻ ഉണർവ് നൽകി. 2023 ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ആഗോള ജൈവ ഇന്ധന സഖ്യത്തിന് തുടക്കം കുറിച്ചത്. അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ജൈവ ഇന്ധനങ്ങളുടെ ഉൽപാദനവും വിപണനവും അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിക്കാൻ ഇന്ത്യ ഇതിലൂടെ നേതൃത്വം നൽകുന്നു. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2022 10% എഥനോൾ മിശ്രിതം എന്ന ലക്ഷ്യം നിശ്ചിത സമയത്തിന് മുൻപേ ഇന്ത്യ കൈവരിച്ചിരുന്നു. 2025-2026 വർഷത്തോടെ പെട്രോളിൽ 20% എഥനോൾ മിശ്രിതം ചേർക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാർഷികാവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി സതത് പദ്ധതി ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. ഇതുവഴി രാജ്യത്തുടനീളം 100 കണക്കിന് ബയോഗ്യാസ് പ്ലാന്റുകളാണ് സ്ഥാപിച്ചു വരുന്നത്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലും ജൈവ ഇന്ധനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും നയരൂപീകരണങ്ങളും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ വിമാന ഇന്ധനത്തിലും നിശ്ചിത ശതമാനം നിർബന്ധമാക്കാനാണ് തീരുമാനം. ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഒന്ന് നോക്കാം. ഇറക്കുമതി ഭാരം കുറയ്ക്കുന്നു. വിദേശത്തു നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ആശ്രയത്വം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കർഷകർക്ക് അധിക വരുമാനം. കരിമ്പ്, ചോളം, മറ്റ് കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്നത് വഴി കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നു. പാരീസ് കാലാവസ്ഥാ കരാർ പ്രകാരമുള്ള ഇന്ത്യയുടെ ഹരിത ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലൂടെയും ശക്തമായ നയങ്ങളിലൂടെയും ജൈവ ഇന്ധന ഉൽപാദനത്തിൽ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ 2026 ഏപ്രിൽ 1 മുതൽ 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ധനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ റോൺ 95 മാനദണ്ഡം പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ആഗോള ജൈവ ഇന്ധന സഖ്യത്തിന്റെ പുരോഗതി ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2027 1%, 2028 2%, 2030 5% എന്നിങ്ങനെ മിശ്രിത ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കംപ്രസ്ഡ് ബയോഗ്യാസ് ഇന്ത്യയിൽ നിർബന്ധിതമാക്കുന്നതിന്റെ ഭാഗമായി 2025-26 സാമ്പത്തിക വർഷത്തിൽ 1% എന്ന നിരക്കിൽ ആരംഭിച്ച് 2029 ആകുമ്പോഴേക്കും അത് 5% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഒരു പ്രധാന ബയോ എനർജി കയറ്റുമതിക്കാരായി മാറ്റാൻ സർക്കാർ വലിയ തോതിൽ നിക്ഷേപങ്ങളും നയപരമായ മാറ്റങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ആവശ്യത്തിന് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ പാടുപെടുന്ന മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇന്ന് ആവശ്യത്തിലധികം അടിസ്ഥാന സൗകര്യങ്ങളുള്ള കരുത്തുറ്റ രാജ്യമായി മാറിയിരിക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഇന്ത്യൻ വിപണി കീഴടക്കുന്നതോടെ എഥനോളിന്റെ ആഭ്യന്തര ആവശ്യകത ഇനിയും വർദ്ധിക്കും. കർഷകരുടെ ക്ഷേമവും രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയും ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യ ജൈവ ഇന്ധന വിപ്ലവത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.